ശ്രീ തിരുമല അനിൽ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആ സൊസൈറ്റിയിലെ നിക്ഷേപകരായിട്ടുള്ള ചില ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയതോ വാങ്ങിച്ചതോ ആയിട്ടുള്ള പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് CPM നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തുവരണം. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൌൺസിലർ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൌൺസിലർക്ക് രാജിവെച്ചു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിനെ മറികടക്കാനും CPMന്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും നടക്കുന്ന അഴിമതി കഥകൾ, ആ അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് അവരെ പ്രതിരോധത്തിലാഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, ആ ശ്രമത്തിന്റെ ഫലമാണ് അനിലിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ രാഷ്ട്രീയ വേട്ട CPM അവസാനിപ്പിക്കണം. പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം. അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ AI സംഗമം, പമ്പയിൽ നടത്തിയ സംഗമം, അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് നമുക്കെല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളില്ലെങ്കിൽ പിന്നെ അവിടെ സംഘടിപ്പിക്കുന്നവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാധ്യമങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രതികരണമാണ് അതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ളത്. കാരണം പരിപാടിക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ, ആളില്ലാത്ത കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അത് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ട്, മാധ്യമങ്ങൾ അവരുടെ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ ആ ആൾക്കാരെ അവഹേളിക്കുകയും ആ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് CPM അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ വാസവനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് വളരെ ബഹുമാന്യനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് യോഗി ആദിത്യനാഥിന്റെ സർട്ടിഫിക്കറ്റ് വായിച്ച് അതിൽ പുളകം കൊള്ളുന്നത് കണ്ടു. ആ വിടിഞ്ഞ ആ കൊടിയൊന്ന് മാറ്റിവെക്കാൻ
നമ്മൾ കണ്ടു വസ്തുതകൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ പുറത്തു വരുന്നത്. വാസവൻ മന്ത്രി അങ്ങനെയുള്ള ഒരാളാണ്. വിഴിഞ്ഞത്ത് അദ്ദേഹം പറഞ്ഞു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്, ഞങ്ങളുടെ പങ്കാളിയാണ്. ഇപ്പോ അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനോട് വളരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷെ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെ എത്ര കോടി രൂപ സ്വകാര്യ പങ്കാളിത്തം എന്നുള്ള നിലയിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരായിട്ട് വന്നിട്ടുള്ളത്? ഈ വസ്തുതകൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിയമസഭയിലെങ്കിലും ഈ വിവരം വെളിപ്പെടുത്തണം എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. മൂന്നാമതൊരു കാര്യം, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് 8,000 കോടി രൂപ കേരളത്തിന് നഷ്ടമുണ്ടാവുന്നതാണ്. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 10,000 കോടിയാവുന്ന. ഈ കോടികൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥിതിയിലാണ്. ഈ 8,000 കോടി എന്ന് GST കൌൺസിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് 10,000 കോടി കേരളത്തിന് നഷ്ടമുണ്ടാവുന്ന. രാജ്യത്താകമാനം 48,000 കോടി രൂപ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് മറികടക്കാനുള്ള വഴികൾ അത് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി 8,000, 10,000 എന്നൊക്കെ പറയുന്നത് ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? ആ വസ്തുതകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അതോടൊപ്പം എല്ലാ വസ്തുക്കൾക്കും വില കുറയും, 423 വസ്തുക്കൾക്ക് വില കുറയും എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുക്കുകയാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുക്കൾക്ക് അവരുടെ ജീവിത ചെലവ് കുറയുന്നതിനോട് മന്ത്രിക്ക് വിരോധമുണ്ടോ, എതിർപ്പുണ്ടോ എന്നുകൂടി അറിയാൻ ആഗ്രഹിക്കുക. അതെ, ഒപ്പം നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ BJP എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുണ്ടോ? അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകള് തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. അല്ലല്ല, അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് AKG സെന്ററിലെ പുതിയ അതിന്റെ പേര് ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂൾ എന്തിനാ നിങ്ങളെല്ലാരും ഉപയോഗിക്കുന്നത്? അല്ല, ആത്മഹത്യക്കുറിപ്പിൽ BJP ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് എന്റെ സുഹൃത്തെ, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടോ. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുള്ള കാര്യം പാർട്ടി അറിയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു. പാർട്ടി സഹായിച്ചോ? എങ്ങനെ പാർട്ടി സഹായിക്കേണ്ടിയിരുന്നു? പാർട്ടി പണം കൊടുക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പാർട്ടിക്ക് ഒരു വിധത്തിലും സഹായിക്കാൻ പറ്റാത്ത അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതായത് അതിന്റെ ഈ പ്രതിസന്ധിയിൽ സഹായിക്കാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നില്ലേ? അല്ല, എനിക്കറിയില്ല. പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയൊന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ വെറുതെ നിങ്ങള് സങ്കല്പിക്കുന്ന, നിങ്ങളൊന്ന് CPM സങ്കല്പിക്കുന്ന. സഹകരണ സംഘം CPM നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി BJPക്കില്ല. BJP നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും,
ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും. BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ BJPയുടെ ഫ്രാക്ഷൻ ഒന്നുമില്ല. CPMന്റെ ഫ്രാക്ഷൻ ഉണ്ട്. CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത്. എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷൻ അടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ. കാരണം അത് CPMന്റെ സംഘടനാ രീതിയാണ്. ഞങ്ങൾക്ക് ആ രീതി അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത്. നമ്മുടെ ആളുകൾ, ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ BJPക്കാരെ കുറിച്ച് മാത്രമാണ്. ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ്. CPMന് അതായിരിക്കും ശരി. കാരണം CPMകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികളും. BJPക്കാർക്ക് അങ്ങനെയാണ്. പോലീസിനെതിരെ ഇപ്പോൾ BJP ഒരു ആരോപണം ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും പ്രതീക്ഷിക്കുന്നത് ആ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു അത് പുറത്തു വരട്ടെ. അതിന്റെ അല്ല, നിങ്ങൾക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസല്ലേ? ബാക്കിയുണ്ടെന്നാണോ? അല്ല, എനിക്കറിയില്ല. അല്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത്. അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. അല്ല, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും BJP നേതൃത്വത്തെ ധരിപ്പിച്ചു? അതിപ്പോ ഞാനിപ്പോ ഇതിൽ ഈ മീഡിയയോട് പറയേണ്ട വിഷയമല്ലല്ലോ. അത് അന്വേഷണം നടത്തട്ടെ. അന്വേഷണം ഈ സാഹചര്യങ്ങൾ, അദ്ദേഹം തലേ ദിവസവും അന്ന് രാവിലത്തെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ബാക്കിയുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ആ സഹകരണ സംഘത്തിൽ വായ്പാ തിരിച്ചടവ് മുടക്കിയവരാണ്. അല്ല, മരണത്തിന് ഞാൻ പറയട്ടെ, പുറത്തു കൊണ്ടുവരണമെന്ന് BJP ആവശ്യം. അതുകൊണ്ടല്ലേ അന്വേഷണം നടക്കണം ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 300 കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല. കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല. ഇവിടെ 6 കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യം? ഇതാണ് ഞങ്ങളുടെ സംശയം. പോലീസ് ആവശ്യപ്പെടുന്ന തെളിവുകൾ പുറത്തുവിടുക. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടുക. അല്ല, അത് അവരന്വേഷിക്കട്ടെ. അതായത് അത് വസ്തുതാവിരുദ്ധമെന്നാണ് പോലീസ് പറയുന്നത്. അല്ലല്ല, അവരന്വേഷിക്കട്ടെ. വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. വസ്തുതകൾ പുറത്തു വരട്ടെ. അവരത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരത്ത് പറയാം. അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായില്ല. അല്ല, അതിപ്പോ നിങ്ങൾ തമ്മിലല്ലല്ലോ പറയണ്ടേ. പോലീസ് പറയുന്നു. ആ പോലീസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ സൊസൈറ്റിയിൽ ഒരു 10 ലക്ഷം നിക്ഷേപമുള്ള ആൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയുടെ ആളുകളാണ് പോലീസിന് കണ്ടലയിൽ പരാതി കൊടുത്ത 25 ആളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം. ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത്? ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല. അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകമല്ലേ? അല്ലല്ല, എന്റെ ചോദ്യം അതാണ്. അപ്പൊ അതിനർത്ഥം BJP പ്രസിഡന്റിനെതിരായിട്ട്, BJPക്കാരനായിട്ടുള്ള പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം, ആ സമീപനം CPMന്റെ രാഷ്ട്രീയ താല്പര്യപ്രകാരമാണ്. ഈ വിഷയത്തിലൊരു സംശയം വരുന്നത്, ഇതിൽ പോലീസ് ഇപ്പോൾ മരണം നടന്ന് 2 ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു, പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഒരു ചോദ്യമാണ്. അതോടൊപ്പം പോലീസ് പറയുന്നത്, ഞാൻ പറയുന്നത് കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം എന്താ വിളിപ്പിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അതാണ് ഒരു സംശയം വരുന്നത്. സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണിത്. സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി, 300 കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി ഇപ്പൊ കാണിക്കുന്നത് എന്താ? 57 കോടിയുടെ വെട്ടിപ്പ് നടന്ന കണ്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ മാർച്ച് അപഹാസ്യപരമാണ് എന്ന രീതിയിൽ തന്നെയാണ്. അല്ല, ശിവൻകുട്ടി പറയുന്നതിന് എല്ലാറ്റിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം ശിവൻകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും. നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാ. അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഞാൻ നടന്നിട്ടില്ലെന്ന്. CPM മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നു. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ടൊരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ. കാരണം BJPയാണ് ഇത് എന്നുള്ളത് ഒരു കുറിപ്പിലും ഇല്ല. ഞാൻ ആ കുറിപ്പ്, നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ്
ആ കുറിപ്പിന്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്കളോട് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ. എനിക്ക് നിങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം തരൂലേ? അല്ല ഞാൻ എന്റെ ചോദ്യത്തിൽ അല്ല ഒരു അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിലും അലക്സ് അനുവദിക്കട്ടെ. അപ്പോ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. ആ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ ദൃശ്യങ്ങൾ അതിൽ ആ ഒരു പ്രവർത്തകൻ ഞാൻ കണ്ടിട്ടില്ല. സങ്കടമായിരുന്നില്ല കൂടി നിന്ന ആളുകളുടെ മുഖത്തുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടറെ കളിയാക്കിക്കൊണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദൃശ്യമൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് അറിയാം. അങ്ങ് അതൊന്ന് കണ്ടു നോക്കണം. കണ്ടിട്ട് ഞാൻ പറയും. അങ്ങ് പറഞ്ഞത് ശരിയല്ല. ആ തരത്തിലൊരു വിഷമമായിരുന്നില്ല നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ശിവൻകുട്ടി ഒരു കാര്യം പറയുന്നു, അതിൽ തുടർ പ്രതികരണമാണ് അങ്ങേരുടെ ഞാനത് മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ മറ്റൊരാളുടെ വാചകം ആവർത്തിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകന്റേതായി മാറുന്നില്ല. ഒരു ഭീഷണി സ്ഥലത്ത് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. അദ്ദേഹം ഈ പ്രതിസന്ധി പാർട്ടി അറിയിച്ചില്ല എന്നാണോ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ? ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. ഇത് ഔദ്യോഗികപരമായിട്ട് BJPയുടെ ബാങ്കല്ല. അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. അദ്ദേഹം BJPയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. അങ്ങനെ ചർച്ച BJPയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിട്ടില്ല. ബിജെപി കൌൺസിലർ എന്ന നിലയ്ക്ക് തനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നില്ല. പ്രതിസന്ധി അദ്ദേഹം വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും അദ്ദേഹത്തെ അടുത്ത പാർട്ടി അറിയിച്ചിരുന്നില്ല. പാർട്ടി ഔദ്യോഗികമായിട്ട് അല്ല, അറിയിക്കുന്നത് അങ്ങനെയല്ലെന്ന്. നിങ്ങൾ ഈ CPMന്റെ ഭാഷ എടുത്തിട്ട് BJPയോട് ചോദിക്കരുത്. CPMല് ഞാൻ പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. CPMൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ CPM ചർച്ച ചെയ്യും. BJP അതൊന്നും ചർച്ച ചെയ്യാറില്ല. അത് നമ്മൾ മനസ്സിലാക്കും. അതും ഒരു പ്രശ്നമാണ്. അതായത് ഈ BJP അല്ല, അത് പ്രശ്നമാണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ. CPM ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തി എന്നുള്ളതും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാത്ത അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് ഞങ്ങൾക്കറിയാം. CPMന്റെ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് ആണ്. വ്യക്തിപരമായി ഒരു BJP ജനറൽ സെക്രട്ടറിക്ക് വ്യക്തിപരമായി സംഘങ്ങൾ നടത്താനും വായ്പ കൊടുക്കാനും ബാധ്യത വരുത്താനും അതിന്റെ അല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ നടത്തുന്നത്. അല്ലല്ല, അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. അല്ലല്ല, നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണെന്നാണ്. അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും. ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത്. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡ് ഉണ്ട്. ആ ഡയറക്ടർ BJP ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ച്. അപ്പൊ അതുകൊണ്ട് BJPയുടെ രീതികൾ വേറെയാണ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും CPMന്റെ ഭാഷ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. അപ്പോൾ അനിലിന്റെ ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയുന്നതിൽ നിന്ന് എന്താണ് അല്ല, അത് മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കണം. ദയവ് ചെയ്ത് അനിലിന് വേണ്ടപ്പെട്ടവർക്ക് ലോൺ കൊടുത്തിട്ടാണ് ബാധ്യത ഉണ്ടായതെന്നാണ്. അല്ല, സഹകരണ സംഘമാണത്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലോൺ കൊടുത്ത ആളുകള് നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു, കരുവന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു? നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ല കാണുന്നത്. ഈ സഹകരണ സംഘത്തിൽ നിന്ന് BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ വായ്പ എടുത്തിട്ടില്ല എന്ന് അങ്ങേക്ക് എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ബാങ്കിന്റെ വിവരങ്ങൾ എന്റെ കയ്യിൽ അവരുടെ ബാലൻസ് ഷീറ്റ് ഇല്ല, റിപ്പോർട്ടില്ല. ഞാൻ ആ ബാങ്കിൽ മെമ്പറല്ല.